ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്ന മെഡിസിൻസ് എല്ലാം രാത്രി സച്ചിക്ക് കൊടുക്കണം. സച്ചിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അർച്ചനയും സച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ കഴിക്കണം. ഞാനങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. അർച്ചന കഴിക്കാതിരിക്കുന്നത് സച്ചിയിൽ ചിലപ്പോൾ സംശയം ഉണ്ടാക്കും. അത് ചില വിറ്റാമിൻ പിൽസ് രണ്ടുപേർക്കും കഴിക്കാം. ഇതാണ് ട്രീറ്റ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് കഴിക്കേ. അടുത്ത ചെക്കപ്പിന്റെ ഡേറ്റ് ഞാൻ അറിയിക്കുമ്പോൾ രണ്ടാളും വന്നാൽ മതി. ശരി ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. കൂടുതൽ നേരം നമ്മൾ തമ്മിൽ സംസാരിച്ച സച്ചിന് വല്ല സംശയം തോന്നിയാലോ? ശരി, ഞാൻ വിളിക്കാവേ. ശരി. ഇതാണ് അഡ്വക്കേറ്റ് വിജയലക്ഷ്മി. കാര്യങ്ങളൊക്കെ മാഡത്തിനോട് അവന്തിക മാഡം പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. കേട്ടിടത്തോളം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണിത്. പരാതിക്കാരില്ലാതെ പോലീസ് സ്വയമേ കേസെടുത്തത് കൊണ്ട് നമുക്ക് പരമാവധി ശ്രമിക്കാം. ശ്രമിച്ചാ പോരെ വക്കീലേ, എനിക്ക് ജാമ്യം കിട്ടണം. ജാമ്യം കിട്ടാത്ത രീതിയിലാ പോലീസ് ധനുഷിനെതിരെ FIR ഇട്ടിരിക്കുന്നത്. അതിലൊരു മർഡർ കേസ് കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ആ മർഡർ കേസ് മറ്റൊരാൾ ഏറ്റെടുക്കുകയും അതിലയാൾ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് കോടതിയിൽ നിലനിൽക്കില്ല. പിന്നെയുള്ളത് ആൾമാറാട്ട കേസാണ്. വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ധനുഷ് അല്ലെന്നും ഷാഹിർ മുഹമ്മദ് ആണെന്നും നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. അതിന് സാക്ഷികളുമുണ്ട്. ആ വിവാഹത്തിന് വന്ന ആരൊക്കെയാണ് സാക്ഷികൾ? അവരെ കണ്ട് സ്വാധീനിച്ച് നമ്മുടെ പക്ഷത്താക്കണം. പിന്നെ മുസ്ലിം മതത്തിലായിരുന്ന താങ്കൾ മതം മാറിയതും ഷാഹിർ മുഹമ്മദ് എന്ന പേര് മാറി ധനുഷ് എന്ന പേര് സ്വീകരിച്ചതിനും കോടതിയിൽ തെളിവ് കാണിക്കണം. ഏതെങ്കിലും ഒരു പേപ്പർ കട്ടിങ്ങും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പേപ്പറും മതി അതിന്. അത് സംഘടിപ്പിക്കണം. അത് സംഘടിപ്പിക്കാം മാഡം. പിന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് കാണണം. ഒരു സർട്ടിഫിക്കറ്റിലും ഒറിജിനൽ പേര് വരാതെ നോക്കുകയും വേണം. കോടതിയിൽ വരുമ്പോൾ ഒരു കാരണവശാലും ഒന്നും മാറ്റി പറയരുത്. അവിടെ എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ അതുപോലെ നടന്നാൽ ജാമ്യം കിട്ടും. ഇന്നോ നാളെയോ എന്റെ സ്റ്റാഫ് ആരെങ്കിലും വരും. അപ്പോൾ വക്കാലത്തിൽ സൈൻ ചെയ്ത് തന്നാൽ മതി. നാളെ തന്നെ ജാമ്യാപേക്ഷ കൊടുക്കാം നമുക്ക്. ശരി മാഡം. മാഡം ഈ പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്യാം. 15-ാം ദിവസം എന്നെ പുറത്തിറക്കി തന്നാൽ മാത്രം മതി. മാഡം, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വന്നതാ. എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു. ശമ്പളത്തിന്റെ അഡ്വാൻസ് ആണോ? ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ശമ്പളം നിശ്ചയിച്ചിട്ട് പറയാം. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ 1-2 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് തരാൻ ഞാൻ അക്കൗണ്ടന്റിനോട് പറയാം. ഞാൻ ശമ്പളത്തിന്റെ കാര്യമല്ല മാഡം പറഞ്ഞത്. പിന്നെ മാഡം എനിക്ക് കുറച്ച് പൈസ തരണം. എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ തീർക്കാനുണ്ട്. തനിക്ക് കടം തീർക്കാൻ ഞാനെന്തിനു പൈസ തരണം? കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചോ വല്ല ചിട്ടി അടച്ചു തീർത്തോ താൻ തന്നെ കടം തീർക്കണം. മാഡം പറഞ്ഞ ഒരു ആവശ്യം ഞാൻ സമ്മതിച്ചു തന്നില്ലേ? അപ്പോൾ എൻ്റെ ആവശ്യവും മാഡം നടത്തി തരണം.
കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മതി. ഇപ്പൊ പറഞ്ഞ ഈ വാചകങ്ങൾ ഈ മതിൽക്കെട്ടിനകത്ത് സംസാരിക്കരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? മനസ്സിലുള്ളത് വാക്കുകളായി പുറത്തേക്ക് വന്നിട്ട് അതിവിടെ ആരുടെയെങ്കിലും ചെവിയിലേക്ക് എത്തിയാ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഉം. ഇതൊക്കെ മേഡം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ? ഞാൻ മേഡത്തിനോട് കുറച്ച് പൈസ ചോദിച്ചു. അത് തരാന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? തനിക്ക് എത്ര രൂപ ആവശ്യം? തൽക്കാലം 1,00,000 രൂപ മതി. 1,00,000 രൂപയോ? അതൊന്നും പറ്റില്ല. ഒന്നാമത് ഞാൻ തനിക്ക് കാശ് തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ഡീൽ നിന്റെ കുഞ്ഞിനെ മുൻനിർത്തിയാ. അത് ഞാൻ അതേപോലെ പാലിച്ചിട്ടുമുണ്ട്. പിന്നെ ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ 1000-ഓ 2000-ഓ തരാന്നല്ലാതെ 1,00,000 രൂപയൊക്കെ വെറുതെ തരുന്നത് പോയിട്ട് കടമായിട്ട് തരാനുള്ള ബന്ധം പോലും നമ്മുടെ ഇടയിലില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയാം. ക്യാഷ് ഞാൻ തരില്ല. ഇനി മേലിൽ ഇതുപോലെ ചോദിച്ചോണ്ട് വരികയും ചെയ്യരുത്. ഹ, അങ്ങനെയാണ് മേഡം പറയുന്നതെങ്കിൽ എനിക്ക് ഇവിടുത്തെ ജോലി വേണമെന്നില്ല. സേതു സാറിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ കാര്യസ്ഥ പണിയും ഡ്രൈവർ പണിയും മതിയാക്കാൻ പോവാ. അതൊക്കെ ശിവരാമന്റെ വ്യക്തിപരമായ കാര്യമാ. അതിൽ ഞാൻ അഭിപ്രായം പറയാൻ വരുന്നില്ല. തനിക്ക് എപ്പോ വേണേലും ഇവിടുന്ന് പോവാം. ആ, ഞാൻ പോകുമ്പോഴേ ഇവിടെ ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത്. എന്റെ മോളും കാണും എന്റെ കൂടെ. എന്റെ മകളെ എന്നോടൊപ്പം വളർന്നാ മതി. എന്നിട്ട് ഇപ്പോ എന്റെ വീട്ടിലുള്ള കുഞ്ഞിനെ അതിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയുടെ അടുത്തുകൊണ്ടാക്കാം. കാരണം എനിക്കിപ്പോ 1,00,000 രൂപയുടെ അത്യാവശ്യമുണ്ട്. അത് തരാൻ പറ്റില്ലെന്ന് മേഡം പറഞ്ഞു കഴിഞ്ഞു. ഇനി തരാം. താൻ ഇപ്പൊ പറഞ്ഞ ഭീഷണിയുടെ വിലയായി 1,00,000 രൂപ ഞാൻ തരും. പക്ഷേ എപ്പോഴും ഇത് താൻ പ്രതീക്ഷിക്കരുത്. എനിക്ക് അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചത്. ഞാൻ മേഡത്തിന് ചെയ്ത ഉപകാരത്തിനുള്ള പ്രതിഫലത്തിന്റെ അഡ്വാൻസ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അഡ്വാൻസോ? അപ്പോ ഇനിയും വന്ന് ചോദിക്കുന്നില്ലേ താനാ പറഞ്ഞതിന്റെ അർത്ഥം? ആ, മനുഷ്യന്റെ കാര്യമല്ലേ മേഡം, അത്യാവശ്യങ്ങൾ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ? ആ, എന്നാ ശരി മേഡം. അവന്തയ്ക്ക് വേണ്ടി പുള്ളി എന്തുപകാരം ചെയ്ത കാര്യവും പറഞ്ഞത്. എന്തായാലും ജോലി അന്വേഷിച്ച അയാൾ ഇവിടേക്ക് വന്നത് വെറുതെ അല്ല. അതറിയണമല്ലോ. എന്താ എന്തു പറ്റി? എന്തിനെങ്ങനെ മോള് കരയുന്നേ? അറിയില്ല ചേച്ചി. ഓ ഓ ഓ ഓ ഓ ഇതാ ഇതാ. എന്താണ്? എന്തിനാ കരയണേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ചിലപ്പോ കുളിപ്പിക്കാത്തോണ്ടാവും. ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കട്ടെ? വലിയ കുളിപ്പിക്കട്ടേടാ. ഞാൻ കുളിപ്പിച്ചിട്ട് വരാവേ. അനഘേന്റെ മോക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടോ? നമുക്ക് എണ്ണ തേച്ചാലോ? ഓ ഓ ഓ
ഒന്നുമില്ല കരയണ്ട നമുക്ക് കുളിക്കാട്ടോ കുളിക്കാം കുഞ്ഞെവിടെ? അച്ചു ചേച്ചി കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അതെന്താ, ആതിരയ്ക്കറിയില്ലേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ? അല്ല, അറിയാം, എങ്കിലും എനിക്ക് മനസ്സിലായി. അർച്ചന അതിനൊന്നും ആതിരയെ സമ്മതിക്കുന്നില്ലല്ലേ? അല്ല, എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് എന്തിനാ ചേച്ചിയുടെ സമ്മതമൊക്കെ? ഈ പോക്കാണെങ്കി കുളിപ്പിക്കാൻ മാത്രമല്ല, ഒന്ന് എടുക്കണമെങ്കിൽ പോലും അർച്ചനയുടെ സമ്മതം ആതിരയ്ക്ക് ചോദിക്കേണ്ടി വരും. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നീ ഇത്ര നിസ്സാരമായിട്ട് കാണണ്ട. സംഭവം ആതിരയുടെ ചേച്ചിയൊക്കെയാണ് അർച്ചന. നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയുമല്ല. ആതിര പ്രസവിച്ച അന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുക, അർച്ചനയ്ക്കിപ്പോ മറ്റൊരു ചിന്തയില്ല. സച്ചിയുടെ കാര്യം പോലും നോക്കാൻ സമയമില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭർത്താവിനെ മറന്നുവരെ കുഞ്ഞിന്റെ പുറകെ നടക്കുക അർച്ചന. എപ്പോഴും എടുത്തും കുളിപ്പിച്ചും മുരുക്കിയും ഉറക്കിയും ഒക്കെ അർച്ചന കുഞ്ഞിന്റെ കൂടെ തന്നെയുണ്ട്. ഇതെല്ലാം അർച്ചന ചെയ്യുന്നോണ്ട് ആതിരയ്ക്ക് ജോലിക്കുറവാണെന്ന് കരുതി ആശ്വസിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആതിര അറിഞ്ഞിരിക്കണം. ഏതൊരു ബന്ധമായാലും ശരി, അതിലേറ്റവും പ്രധാനമായൊരു ബന്ധമാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മബന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അമ്മയോട് തന്നെയാണ്. ആതിരെ ഒന്ന് ഓർത്തു നോക്കിക്കേ, നീയും കുഞ്ഞും തമ്മിൽ അങ്ങനെ ഒരു മാതൃത്വത്തിന്റെ ആത്മബന്ധം ഉണ്ടോന്ന്? ഇല്ലെന്ന് എനിക്കറിയാം. കുഞ്ഞിന് ആ ബന്ധമുള്ളത് അർച്ചനയോടാ. അതുകൊണ്ടല്ലേ ആതിരയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് കരയുമ്പോ അർച്ചന വന്നെടുക്കുമ്പോ അത് കരച്ചിൽ നിർത്തുന്നത്. കുഞ്ഞുങ്ങളാവുമ്പോ കരയും, കരയണം. ആ കരച്ചിൽ നിർത്തേണ്ടത് അമ്മയല്ലേ? ഇവിടെ അത് വലിയമ്മയാണെന്ന് മാത്രം. അർച്ചന സ്വന്തം കുഞ്ഞായിട്ടാ ആതിരയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും താലോലിക്കുന്നതുമല്ല. ഇന്നാള് വലിയ വായിൽ അർച്ചന പറയുന്നത് കേട്ടു, ഹോസ്പിറ്റലിൽ ആദ്യം കുഞ്ഞിനെ വാങ്ങിയത് അർച്ചനയാണെന്ന്. അതങ്ങനെ വെറുതെ കേട്ട് കളയേണ്ട കാര്യമല്ലത്. ആദ്യം വാങ്ങിയത് മുതൽ ഇപ്പൊ വരെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് അമ്മയോടൊപ്പം അല്ല. മോക്ക് ആദ്യ ചുംബനം കൊടുത്തത് മുതൽ ഇപ്പൊ കുളിപ്പിക്കുന്നത് വരെ അർച്ചനയാണ്. അല്ല,
കുഞ്ഞിന് ഒന്നും മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ലെങ്കിലും ഇപ്പൊ ബുദ്ധിയിൽ ഉറക്കുന്നതൊക്കെ പിന്നീട് മൈൻഡിൽ സെറ്റായിട്ട് മാറും. കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോ അമ്മയിൽ നിന്നും മോൾ അകലാൻ തുടങ്ങും. ഇപ്പൊ നീ പാല് കൊടുക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ രാത്രിയെങ്കിലും കുഞ്ഞിനെ ഇവിടെ കൊണ്ട് കിടത്തുന്നത്. നീ മനസ്സിലൊന്ന് ഉറപ്പിച്ചോ, പാലുകൂടി നിർത്തുന്ന അന്നു മുതൽ ആ കുഞ്ഞ് ഉറങ്ങാൻ പോകുന്നതേ അർച്ചനയുടെ ഒപ്പമായിരിക്കും. കഷ്ടപ്പെട്ട് 8-9 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച നിന്റെ കുഞ്ഞ് നിന്നിൽ നിന്ന് അകലുന്നത് ചിന്തിക്കാൻ പറ്റുമോ നിനക്ക്? അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാവും ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വലിയമ്മ അമ്മയായിട്ട് മാറുമ്പോ അമ്മയ്ക്ക് കുഞ്ഞിന്റെ മനസ്സിൽ 2ാം സ്ഥാനമായിരിക്കും. അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, ഞാനീ പറഞ്ഞത് അർച്ചനയ്ക്ക് നീ കുഞ്ഞിനെ കൊടുക്കരുതെന്നല്ല. എല്ലാത്തിനും നീ ഒരു പരിധി വെക്കണം. അതിരെ നിങ്ങള് ചേച്ചി അനിയത്തേക്കാ. ആ സ്നേഹം അങ്ങനെ തന്നെ വെച്ചോണ്ട് എപ്പോഴും കുഞ്ഞിനെ എടുക്കാൻ വരുമ്പോ അത് സമ്മതിച്ചു കൊടുക്കരുത്. കൂടുതൽ നേരം നീ വേണം കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിക്കാൻ. അർച്ചന വളരെ കൂടുതലായിട്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതിന് നിനക്കൊരു പരിധി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്കതിന് പറ്റിയെന്ന് വരില്ല. ഒരു മുൻകരുതൽ അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നീ ഒന്ന് ആലോചിച്ചാ നിനക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാ. ഇനി മറ്റൊരു വലിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതാ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഗർഭിണിയായിരുന്നിട്ടും പ്രസവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല. ആ ഭാഗ്യം നിനക്ക് കിട്ടി. പക്ഷേ അർച്ചന ഇതുവരെ ഗർഭിണിയായിട്ടില്ല. അത് എനിക്ക് നിനക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാ. അതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആതിര കേട്ടിട്ടുണ്ടോന്നറിയില്ല, ഈ പ്രസവിക്കാത്ത പശുക്കളെ മച്ചി പശു എന്നാ വിളിക്കാറുള്ളത്. അതുപോലെ മച്ചിയായ സ്ത്രീകളുടെ കണ്ണു പതിഞ്ഞ അത് കുഞ്ഞുങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടുള്ളവർ പറയും പ്രസവിക്കാത്ത സ്ത്രീകളുടെ കയ്യില് കുഞ്ഞിനെ കൊടുക്കരുതെന്ന്. അവരുടെ ദൃഷ്ടിയിൽ അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ മുഴുവൻ വേദനയുണ്ടാവുമെന്ന്. ആ വേദന ദോഷമായിട്ട് മാറി കുഞ്ഞിനത് ബാധിക്കും. വളർച്ചയില് സ്വഭാവത്തെ ഒക്കെ ബാധിക്കും. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളിക്കളയാം. അതിനൊക്കെ പ്രതിവിധിയും പൂജകളും ഉള്ളപ്പോ ഇതെങ്ങനെയാ ഇല്ലാന്ന് തീർത്തു പറയാൻ പറ്റുന്നേ? ഈ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാ നമ്മുടെ മോള്. ഒരു തരത്തിലുള്ള ദോഷവും അതിനുണ്ടാവരുത്, നമ്മളായിട്ട് ഉണ്ടാക്കരുത്.